അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹി ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിനുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളെ ഓരോരുത്തരും ഉണ്ടായിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വത്തഖുല്ലാഹ മഅസ്തതഅ്തും വസ്മഉ വഅതിഉ അൻഫിഖു ഖൈറുൻ ലി അൻഫുസിക്കും വമൻ യൂഖ ശുഖ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾക്ക് സാധ്യമാവിധം അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നിങ്ങൾക്ക് തന്നെ ഗുണകരമായ നിലയിൽ ചെലവഴിക്കുകയും ചെയ്യുക. ആർ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അവൻ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവൻ. എല്ലാവരും ആഗ്രഹിക്കുന്നു സക്സസ്ഫുള്ളാവാൻ, വിജയിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഒരു ഓട്ട മത്സരം, റണ്ണിങ് റേസിന് പങ്കെടുക്കുന്ന ആളാണെങ്കിൽ അവനും ആഗ്രഹിക്കും, അവൾ ആഗ്രഹിക്കും ഞാൻ ഒന്നാമതെത്തണമെന്ന്. അത് ഏത് തരം സ്പോർട്സ് ആയിക്കഴിഞ്ഞാലും അങ്ങനെയാണ് ആഗ്രഹിക്കുക. എത്ര വലിയ വീക്കായ കളിക്കാരനും ആഗ്രഹിക്കും എനിക്ക് മറ്റൊരാളെ ഒപ്പോണൻറ്റിനെ ജയിക്കണമെന്ന്. ഒപ്പോണൻറ്റിനെ തോൽപ്പിക്കാനുള്ള ടാലൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, ആഗ്രഹമാണ്. ഗാന്ധിജി പറഞ്ഞൊരു കാര്യം ഇവിടെ ഓർമ്മ വരികയാണ്, കിസി കോ ജീത്തനെ കെ ലിയെ കിസി കോ ഹാർന പഡ്താ ഹെ. ആർക്കെങ്കിലും ജയിക്കണമെങ്കിൽ ആരെങ്കിലും തോറ്റേ മതിയാകൂ. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ജീവിതമുണ്ടാകില്ല. എന്നാൽ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതാണ് കാര്യം. ചിലർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നം മറ്റു ചിലർക്ക് നിസ്സാരമായിരിക്കും. അതുപോലെ മറ്റു ചിലർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പ്രശ്നം വേറെ ചിലർക്ക് വലിയ പ്രശ്നമായിരിക്കും. ഓരോരുത്തരുടെയും സമീപന രീതിയിലുള്ള വ്യത്യാസമാണ് കാരണം. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്ഥിരമായി കൊണ്ടു നടക്കുമ്പോൾ സഹിക്കാൻ പറ്റാതെയാവും. അത് പിന്നീട് ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്ക് കാരണമാകും. ഒരു ഭാരമുള്ള സാധനം നമ്മൾക്ക് എത്ര സമയം പിടിച്ചു നിൽക്കാൻ പറ്റും? അതേപോലെ തന്നെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇതിങ്ങനെ ചിന്തിച്ച് നമ്മൾ അസ്വസ്ഥമാകുമെന്നല്ലാതെ പരിഹാരം ഇല്ല എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഇഫ് യു ഹാവ് എ പ്രോബ്ലം യു ക്യാൻ സോൾവ് ഇറ്റ്, വൈ യു വാണ്ട് ടു വറി? ഇഫ് യു ഹാവ് എ പ്രോബ്ലം യു ക്യാൻ നോട്ട് സോൾവ് ഇറ്റ്, യു ഡോണ്ട് നീഡ് ടു വറി ബിക്കോസ് യു കനോട്ട് സോൾവ് ഇറ്റ്. നമ്മുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ജോലിയായിരിക്കും, അല്ലെങ്കിൽ കുടുംബ ബന്ധമായിരിക്കും, സാമൂഹിക ബന്ധങ്ങളായിരിക്കും, ചെറുതും വലുതുമായ നഷ്ടങ്ങളായിരിക്കാം, അങ്ങനെ പല വിധത്തിലുള്ളതായിരിക്കാം. ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് പേറി ശിഷ്ടജീവിതം അർത്ഥശൂന്യമാകും. നാളത്തെ കാര്യമോർത്ത് ഇന്നത്തെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുമുണ്ട്. ഒരു വിശ്വാസിയാണെങ്കിൽ അള്ളാഹു പറയുന്നു, വലാ തഹിനു വലാ തഹ്സനു വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രയാസങ്ങളിൽ ദൗർബല്യം കാണിക്കുകയോ നിങ്ങൾ സങ്കടപ്പെടുകയോ ചെയ്യരുത്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഒരു കഥ പറയാം. രാജാവും മന്ത്രിയും കൂടി കുതിരപ്പുറത്ത് ജനങ്ങളുടെ ക്ഷേമം ഐശ്വര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഒരു ചെറ്റക്കുടിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നു, പാട്ട് പാടുന്നു, പൊട്ടിച്ചിരിക്കുന്നു, സന്തോഷകരമായ അന്തരീക്ഷം. രാജാവ് മന്ത്രിയെ വിളിച്ചു ചോദിച്ചു, മന്ത്രി, വളരെ കഷ്ടപ്പാടുള്ള സാഹചര്യമായിട്ട് പോലും അവർക്കെങ്ങനെയാണ് ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നത്? മന്ത്രി പറഞ്ഞു, അവർ 99 ക്ലബിൽ മെമ്പറായിട്ടുള്ള രാജാവ് എന്ന്. എന്താണ് 99 ക്ലബ്ബ് എന്ന് ചോദിച്ചപ്പോൾ അത് നാളെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാജാവിനോട് പറഞ്ഞു, എനിക്ക് 99 സ്വർണ്ണ നാണയങ്ങൾ വേണം. അത് വാങ്ങിക്കൊണ്ട് തലേ ദിവസം കണ്ട ചെറ്റക്കുടിലിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തു. ആ വീട്ടുകാരൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു പൗച്ചാണ് കണ്ടത്. അത് ഉടനെ വീട്ടിൻ്റെ അകത്തേ പോയി എണ്ണി നോക്കിയപ്പോൾ 99 സ്വർണ്ണ നാണയങ്ങളാണുള്ളത്. ഒന്നെവിടെ പോയി? വീണ്ടും എണ്ണി, വീണ്ടും എണ്ണി, വീണ്ടും എണ്ണി. അസ്വസ്ഥനായി ഒന്നെവിടെ പോയി എന്നുള്ളതായി ചിന്ത. ഉറക്കം നഷ്ടപ്പെട്ടു. ഭാര്യയെ വിളിച്ചു. ഭാര്യയോട് പറഞ്ഞു, നീ ഒന്ന് എണ്ണി നോക്കൂ, 100 ഉണ്ടാവേണ്ടതല്ലേ, 99 കാണുന്നു, ഒന്നെവിടെ പോയി? ഭാര്യയും എണ്ണി നോക്കി. അപ്പോഴും 99 ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ഞെട്ടുമ്പോൾ ആ 99 കോയിൻസ് 100 ഉണ്ടോ എന്ന് എണ്ണി നോക്കും. ദിവസങ്ങൾ കഴിഞ്ഞു.
ഭാര്യ അതിൽ നിന്നും കുറച്ച് നാണയങ്ങളെടുത്ത് വീട്ടു സാധനങ്ങൾ വാങ്ങി. ഇത് കണ്ട് കോപിതനായി ഭാര്യയുമായി തെറ്റി അവരുടെ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളായി അവർ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജാവും മന്ത്രിയും ആ വഴി വീണ്ടും വന്നപ്പോൾ എല്ലാം ശോകമൂകമായ അന്തരീക്ഷം. മന്ത്രിയോട് ചോദിച്ചു, എന്താണ് മന്ത്രി, സന്തോഷകരമായിരുന്ന ആ കുടുംബത്തിൽ ഇങ്ങനൊരവസ്ഥ വന്നത്? അപ്പോൾ മന്ത്രി പറഞ്ഞു, പ്രഭോ, അവരിപ്പോൾ 99 ക്ലബിലെ മെമ്പർമാരാണ്. പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമും വദൂദ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ കരുണ ചെയ്യുന്നവനും അങ്ങേയറ്റം സ്നേഹമുള്ളവനുമാകുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.